എല്ലാവർക്കും നമസ്കാരം. ശിവനെ ധ്യാനിക്കുമ്പോൾ നമ്മളിൽ കിട്ടുന്ന ശക്തി. ഈ ചോദ്യം 2-3 പേരുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശിവനെ ധ്യാനിച്ചിരുന്നാൽ ഞങ്ങൾക്ക് ശക്തി കിട്ടുമോ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കുമോ എന്നൊക്കെയുള്ളത്. തീർച്ചയായിട്ടും ശിവനോടുള്ള ഭക്തി ഒന്നാമത് നമ്മളിൽ വരുത്തുന്നത് അനുകമ്പയുടെയും പരിണാമബോധത്തിൻ്റെയും ഒരു വികാരത്തെ ആയിരിക്കും. അത് വികാരമെന്ന് നമുക്ക് അടിസ്ഥാനപ്പെടുത്തില്ല. എപ്പോഴും നമുക്ക് ഭക്ഷണത്തിനോടും വസ്ത്രത്തിനോടും ബന്ധങ്ങളോടും പണത്തിനോടും ഒക്കെയുള്ളൊരു വികാരം പോലല്ല അനുകമ്പയുടെയും ബോധത്തിൻ്റെയും വികാരം. രണ്ടും വളരെയേറെ വ്യത്യസ്തമാണ്. ശിവനോടുള്ള ഭക്തി, ശിവനെ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം, നമ്മൾ ശിവനായി തീരുക എന്നുള്ളതാണ്. ശിവബോധം നമ്മളിൽ എന്ന് നമ്മളും ശിവനും ഒന്നാന്നുള്ള ബോധം ഉണ്ടാവുന്നോ അന്ന് നമ്മളിൽ ഉണ്ടാവുന്ന ഏറ്റവും ഉയർന്ന അവസ്ഥ സ്വതന്ത്രതയുടെ ആയിരിക്കും. നോക്കൂ, നമുക്കെല്ലാം കിട്ടിയേക്കാം. നമുക്ക് നല്ല നല്ല കാറുകളും വീടും നമുക്ക് ഉയർന്ന ജോലിയും ശമ്പളവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓരോ നിമിഷവും മാറുന്ന ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഒന്നിലും നമുക്ക് ഉറയ്ക്കാൻ പറ്റില്ല. നല്ലൊരു വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് മുഷിഞ്ഞ് നാറുന്നിടം വരെയുള്ളൂ അതിനോടുള്ള സ്നേഹം. അതേപോലെ തന്നെയാണ് കിട്ടുന്ന ഓരോ വസ്തുക്കളും കുറച്ചു നേരം മാത്രമേ നമുക്കതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. എന്നാൽ ശിവനും ഞാനും ഒന്നാന്നറിയുന്ന അവസ്ഥയിൽ ഏറ്റവും നമ്മൾ കൈവരിക്കുന്ന ഒന്നാണ് സ്വതന്ത്രത. സ്വതന്ത്രതയുടെ ഒരു അവസ്ഥ അത് വളരെ വലുതാണ്. ഞാൻ ഫ്രീ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മൃത്യുഞ്ജയ എന്ന് വിളിക്കുന്നത്. ശിവനായി തീർന്നാൽ നമ്മൾ മൃത്യുവിനെ ജയിച്ചു. ശിവന് മരണവുമില്ല, ജനനവുമില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അച്ഛനുമില്ല, അമ്മയില്ല. നിങ്ങൾ ഏതെങ്കിലും കേട്ടോ, കൃഷ്ണനും രാമനും ഒക്കെ തന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. എന്നാൽ ശിവൻ എങ്ങനെ ഉണ്ടായി? ശിവൻ സ്വയംഭൂവാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ അദ്ദേഹത്തെ ഇന്നതാന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് ജനനവും മരണവും ഇല്ലാത്തവനാണ്. അപ്പൊ ശിവനായി കഴിഞ്ഞാൽ നമ്മൾ മൃത്യുഞ്ജയനാവുകയാണ്. മരണം എന്ന് പറയുന്ന ഒന്നില്ല നമുക്ക്. അന്ന് വെച്ചിട്ട് നമ്മൾ 1000 വയസ്സ് വരെ ജീവിക്കുക എന്നുള്ളതല്ല ഈ നരകത്തില്. നമ്മൾ സ്വതന്ത്രതയിൽ അലിയുക എന്നുള്ളതാണ്. ആ സ്വതന്ത്രതയെ നമ്മൾ കൈവരിക്കുമ്പോൾ അതൊരു കൈവരികയിൽ തന്നെയാണ്. അത് ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരു ശക്തിയാണ്. ഈ സൃഷ്ടിക്ക് തന്നെ പല വശങ്ങളുണ്ട്. ഈ സൃഷ്ടിയുടെ തന്നെ വേറൊരു വശമാണ് ഈ സൃഷ്ടിയുടെ നിഗൂഢങ്ങളായി നിൽക്കുന്ന ശക്തികൾ. അതിനെ ഗാനാസ് എന്നും ഭൂതാസ് എന്നും ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. നമ്മുടെ ഈ മനുഷ്യ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റാത്ത പലതിനെയും അദ്ദേഹം ഒരു ഭൂതേശ്വരനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധി നമുക്ക് ഈ സൃഷ്ടിയുടെ മറ്റുള്ള പല വശങ്ങളെയും അറിയാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും, ആ ബോധത്തിൽ നിന്ന്. ശിവനെന്ന് വെച്ചാൽ അത് പരമാനന്ദത്തിന്റെ, അവബോധത്തിന്റെ, പരിണാമത്തിന്റെ ഒരവസ്ഥയാണ്. ഈ മഹാശിവരാത്രി ഇതെല്ലാം കൂടി അടങ്ങുന്ന ശിവബോധത്തിൽ അലിഞ്ഞിരിക്കുന്ന എൻ്റെ ഒപ്പം ഈ മഹാശിവരാത്രി നിങ്ങൾക്ക് ഉയർന്നൊരു സാധ്യതയായി തീരാൻ മഹാമന്ത്ര ദീക്ഷയും അതിനോടൊപ്പം തന്നെ ശ്രേഷ്ഠതയെ അനുഭവിക്കുന്ന ഒരു പ്രക്രിയയും കൂടിയായിരിക്കും ഇത്. എല്ലാവർക്കും നമസ്കാരം.